ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാശക്തി. നമസ്കാരം. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ പറയും, ഇവനെന്താ പ്രാന്തായ, അല്ലെങ്കിൽ ഇവനെന്താ ഈ കിടന്ന് കാണിക്കുന്നതെന്നുള്ളത്. പക്ഷെ പ്രാന്തുമല്ല, ഒന്നുമല്ല. ഇപ്പോൾ ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹവും അവിടുത്തെ കുറച്ച് ആൾക്കാരും അവരുടെ വിശ്വാസങ്ങളൊക്കെ കടന്നു പോകുന്നത്. വെറും വിശ്വാസമല്ല, അന്ധവിശ്വാസമൊക്കെ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, വിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ അത് വലിയൊരു അന്ധവിശ്വാസം, വലിയൊരു തകർച്ചയിലോട്ടും അല്ലെങ്കിൽ വലിയ ആപത്തിലോട്ടും പോകുന്ന തരത്തിലുള്ള ഓരോരു വിശ്വാസങ്ങളുണ്ട്. അതാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ വിശ്വാസം അധികമായാലും അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് വൈറലാകുക മാത്രമല്ല, അത് നല്ല രീതിയിൽ എല്ലാവരിലോട്ടും അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം അച്ഛനെ ഇരുന്ന ഇരിപ്പിൽ സമാധിയായി പുള്ളിക്കാരൻ കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ട് മൂടി. എന്തുകൊണ്ടാണ്? അച്ഛന് നല്ലൊരു തേജസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, ചൈതന്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്വാമിൻ്റെ ഒരു ആഗ്രഹ പ്രകാരം അച്ഛൻ അവിടെ പോയി ഇരുന്നിട്ട് പറഞ്ഞു, മകനെ എനിക്ക് സമാധിയാകാൻ സമയമായി, അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ, പക്ഷെ ഞാൻ സമാധിയാകുന്ന കാര്യം കാണാനും പറ്റില്ല, നിങ്ങൾ എന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഇരുന്ന് സ്നാനം ചെയ്ത്, പീഠത്തിലിരുന്ന് സ്നാനം ചെയ്ത്, അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് സമാധിയായ ശേഷം അതിനുള്ള പൂജാ കാര്യങ്ങളും എല്ലാം ചെയ്ത് സൈഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മേലെ ഇട്ട് സ്ലാബ് ഇട്ട് മൂടി വിളക്കും കൊളുത്തി മാലയിട്ട് പൂജിച്ചു. ഇതാരാ ചെയ്തതെന്നല്ലേ? സ്വന്തം മകൻ. പുള്ളിന്റെ വരുമാനം അല്ലെങ്കിൽ പുള്ളിന്റെ ജോലി എന്ന് പറയുന്നത് പിന്നെ കുടുംബക്ഷേത്രത്തിൽ തന്നെ ഒരു പൂജാരിയാണ്. പശു വളർത്തലാണ് ഇവന്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അച്ഛനും ഇതേപോലെയുള്ള ഒരു കർമ്മി തന്ത്രി അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ സമാധിയാകാൻ ഇതായി. അപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെ സമാധിയാകാൻ പോകേണ്ട സമയമായി, അപ്പോൾ ബിപിന്റെ ഗുളികയും ഷുഗറിന്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയി കഴിച്ചിട്ടൊക്കെ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് വന്ന് ഇരുന്ന ഇരിപ്പിൽ പുള്ളി സമാധിയായി. അങ്ങനെ ഇട്ട് വാർത്ത് വെച്ചു. ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് എന്താണോ ഏതാണോ, തല്ലിക്കൊന്നതാണോ, ഇനിയിപ്പോൾ കെട്ടിത്തൂക്കിയതാണോ, ഇനിയിപ്പോൾ സ്വയം മരിച്ചതാണോ, നാട്ടുകാരനെ അറിയിക്കാത്തതിന്റെ ഒരു വിഷമവും, അല്ലെങ്കിൽ നാട്ടുകാരനെ അറിയിക്കാത്തതിന്റെ ഒരു പരിഭവം, നാട്ടുകാരനെ അറിയിക്കാത്തതിന്റെ ഒരു ദുരൂഹത, ഇതെല്ലാം നിറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ പോലീസുകാരവിടെ വന്നിട്ട് ഇപ്പോൾ കളക്ടറിന്റെ ഉത്തരവിന് വേണ്ടി ഇരിക്കുകയാണ്. ആ ഒരു സ്ലാബ് ഇട്ട് വെച്ചത് മാന്തി ആ മൃതദേഹം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് തോന്നുന്നു? ഈ ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഈ ഒരു മരമണ്ടൻ ആൾക്കാരുടെ മന്ദബുദ്ധിയിൽ തെളിയുന്ന ഓരോരോ അന്ധവിശ്വാസങ്ങളും അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതും വിശ്വാസത്തിന്റെ കുറെ ജനങ്ങളും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്കും കിട്ടി കുണ്ടലം, എനിക്കും കിട്ടി കുണ്ടലം, നിങ്ങൾക്കും വേണോ കുണ്ടലം. ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാർ. അച്ഛന് വയ്യാന്നുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊക്കെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും നമുക്കൊരു വയ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചിട്ട് നമുക്ക് എത്ര വർഷങ്ങൾ കൂട്ടിയിട്ടാണ് നമുക്ക് ഇനി കുറച്ചുകൂടി നമുക്ക് അവരെ കാണണം എന്നുള്ളൊരു ഉള്ളിൽ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആശുപത്രി പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരാൾ പറഞ്ഞു എനിക്ക് ചാകാൻ തോന്നുന്നു, എനിക്ക് ഞാൻ സമാധിയാകാൻ പോകുന്നു പറയുമ്പോൾ അപ്പം തന്നെ കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടുകയല്ല സാധാരണ ഒരു നല്ലൊരു മകൻ അല്ലെങ്കിൽ നല്ലൊരു മകൾ ചെയ്യേണ്ട ഒരു പരിപാടി. ഞാൻ പറഞ്ഞു, വിശ്വാസം തലയ്ക്ക് പിടിച്ചുള്ള സംഗതിയാണ്. അപ്പോൾ അതിന്റെ ഒരു ന്യൂസ് ഉണ്ട്. മകൻ പറയുന്നത് ഫുള്ള് മൊത്തത്തിൽ മറ്റേ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ കർമ്മം, അത് അങ്ങനെയാണ്, പഞ്ചാംഗ സൃഷ്ടി, അങ്ങനെ ഇങ്ങനെ കർമ്മഫലം, നല്ല ശിവമയം, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇത് പുള്ളിക്ക് മാത്രം മനസ്സിലാവുള്ളൂ. ഈ വർഷത്തിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, കൊലപാതകം തന്നെ പറയാം ഇനി ഈ ഒരു ലെവലിൽ വെച്ച് നോക്കുന്ന സമയത്ത്. കാരണം ഇത് നോർമലായിട്ട് മരിച്ചിട്ട് കൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ നാട്ടുകാരെ അറിയുമല്ലോ. ഇതിപ്പോൾ അതിനുള്ള ഇതുപോലും ഇല്ല. അപ്പൊ അതിന് പറയുന്ന കാരണങ്ങളാണ് വിചിത്രമായിട്ടുള്ളത്. ഇങ്ങനെയാണ്, അച്ഛന്റെ ആഗ്രഹമാണ്, ഇതേപോലെ സമാധിയാണ്, സമയത്ത് ആരും കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഒരു വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് പുള്ളി പറയുന്നത്. പുള്ളിന്റെ ലെവലിൽ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് കേൾക്കുന്നവര് മന്ദബുദ്ധികളല്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. അച്ഛൻ അപ്പൊ പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു എന്താ പറഞ്ഞു? പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ്
അച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ചു, കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. അവിടെ പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശിവമയം ഇത്ര തന്നെ എല്ലാം. പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത്. കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ, കിഴക്കോട്ടാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി നിന്നൊക്കെ അതിൻ്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പീഠമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇപ്പോൾ ഉണ്ടായിരുന്നു അച്ഛന് ഈ ഷുഗറിൻ്റെ BP പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആലോചിക്കുന്നത് സമാധിയാകാൻ പോകുന്ന ഒരാള് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരാൾക്ക് BPൻ്റെയും ഷുഗറിൻ്റെയൊക്കെ മരുന്ന് കഴിച്ചിട്ട് പോയി എന്താ പറയുക പത്മാസനത്തിൽ പോയിട്ട് ഇരിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇത് കഴിക്കാണ്ടിരുന്നാൽ പോലെ. ഈ ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പണ്ടേ സമാധിയാവില്ലേ? അതിനിങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പത്മാസനത്തിൽ ഇരുന്നോ, കിഴക്കോട്ട് നോക്കിയിരുന്നോ, വടക്കോട്ട് നോക്കിയിരുന്നോ എന്നുള്ളതിലല്ല കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഒരു മരണം ഒരു വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയിക്കേണ്ട ആൾക്കാരിനെ അറിയിക്കുക, അല്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കുക ഡോക്ടറിനെ കൊണ്ടുവന്നിട്ട്. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരവിടെ കൊണ്ട് ഇരുന്ന ഇരിപ്പിൽ കെട്ടി മൂടുക എന്ന് പറയുമ്പോൾ ഇത്രയും വിചിത്രമായിട്ടുള്ള സംഭവം അത് നമ്മൾ കേരളത്തിൽ നടന്ന് ആലോചിക്കുമ്പോഴാണ്. ഇങ്ങനെയും ഈ ഒരു യുഗത്തിലും ഇതൊരു ഇപ്പോഴും നടക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു ഇത്. അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, അംഗവൈകല്യമുള്ള കുട്ടിയാണ്. അപ്പൊ ഗംഗയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ പറഞ്ഞ ഒരു കുട്ടിന്റെ വൈകല്യം മാറും എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ പോയിട്ട് ആ കുട്ടിനെ മുക്കിക്കൊന്ന ഒരു അവസ്ഥ, ഒരു ന്യൂസ് വരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് പറഞ്ഞത് ഒരുമാതിരി കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയണേ, ഞാൻ അവിടെ വയ്ക്കാം. സമാധിയാവുന്ന സമയത്ത് വീട്ടില് ഉണ്ടായിരുന്ന ആരെയും വിളിച്ചില്ലേ? വീട്ടിലുണ്ടായിരുന്ന എങ്ങനെ സമാധിയായി 11:30 ശേഷം ഞാൻ അമ്മയെയും എൻ്റെ വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിപ്പിച്ചിട്ട് ഉടങ്ങ അവർ അങ്ങ് പറഞ്ഞു വിട്ട്. അവർ വന്നപ്പോൾ ജീവൻ അവർ കണ്ടു. ഇല്ല. അപ്പൊ സമാധിയായി അച്ഛൻ. അതിനുശേഷമാണ് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത്. ഇതിന്റെ ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. സമാധിയുടെ ചടങ്ങ് എത്ര മണിക്കൂർ ഇവിടെ ചടങ്ങ് തുടങ്ങി? 11:30 കഴിഞ്ഞുടൻ തുടങ്ങി. ഇവിടെ 11:30 കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷം പിന്നെ പോയി സാധനങ്ങൾ, അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും അതും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത്. നിങ്ങൾ രണ്ടും മാത്രമാണ്? നമ്മൾ രണ്ട് മാത്രമാണ്, ഞാനും എൻ്റെ ചേട്ടനും. അപ്പം വേറെ ആരും ഇത് സമാധിയുടെ ചടങ്ങ് കാണാൻ പാടില്ല. ഇത് വേദശാസ്ത്ര തത്വമാണ്. ഇത് സമാധി ചെയ്യുന്ന ഒരാളെ വേറൊരാൾ കാണാൻ പാടില്ല. വെളിയിൽ നിന്ന് ഒരാൾ കറക്റ്റായിട്ട് ഇത് കാണാൻ പാടില്ല. അതാണ് ഈ സമാധിയുടെ തത്വം. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. ആ സമയത്തുള്ള ചൈതന്യം ഭയങ്കരമാണ്. നമുക്കാർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കര സമാധിയാകുമ്പോൾ ഭയങ്കര ചൈതന്യമാണ്. പിന്നെ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ മഹാഭാവം ഇതിനു വേണ്ടി ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം അനുഭവിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവിക്കും. കാര്യം ചെയ്യുന്നത് മഹാഭാവമാണ്. അപ്പം വേദന എടുക്കുന്നുണ്ടായിരുന്നോ ആക്ക്? ഇല്ല. അച്ഛൻ സ്വന്തമായിട്ട് തൻ്റെ പ്രാണായാമം, അതായത് ഈ ഓരോ ചക്രങ്ങളും, ഈ 6 ആധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് ലയിക്കുന്നത്. 6 ആധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് പോകുന്നത്. അച്ഛന് സ്വന്തമായിട്ട് കോമ്പൈ സിദ്ധാശ്രമമുണ്ട് മരുത്തോമല. അതിന് അയ്യാവൈണ്ടർക്ക് അച്ഛൻ ദാനമായി നൽകിയിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രങ്ങൾ തുടങ്ങുന്നത്. സ്വന്തമായിട്ട് ക്ഷേത്രത്തില് എല്ലാ ക്ഷേത്രങ്ങളുടെ ആളാണ്. അച്ഛൻ എത്ര വയസ്സുണ്ടായിരുന്നു? ഇപ്പം 78 ആയി. എന്നിരുന്നാൽ കൂടി ജയിലിൽ പോയി കിടക്കേണ്ട ലെവലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഷുവറാണ്, മസ്റ്റാണ്. നിങ്ങൾ എന്ത് തന്നെ അവിടെ എന്ത് വിശ്വാസം പറഞ്ഞാലും ഒരു മരണം സംഭവിച്ചാൽ ഇതിങ്ങനെ സ്വാഭാവിക മരണം ആണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവികതയായിട്ട് മറ്റുള്ളവർ കാണുകയുള്ളൂ. അതങ്ങനെ കേസെടുക്കുള്ളൂ. കാരണം അവിടത്തെയുള്ള പുള്ളി പറയുന്ന മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കുടുംബക്ഷേത്രമുണ്ട്, അവിടെ ഉത്സവങ്ങളും കാര്യങ്ങളെല്ലാം നടക്കണം. പക്ഷെ അത് ഇവരുടെ കൈവശമാണ്. ഈ പറഞ്ഞ ഈ തന്ത്രി കുടുംബം, അല്ലെങ്കിൽ തന്ത്രി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പൂജാരി കുടുംബം അവരുടെ കയ്യിലാണ്. അവർക്ക് ട്രസ്റ്റിന് പോകുന്നില്ല. ഇവർക്ക് ആ ട്രസ്റ്റിന്റെ കയ്യിലാക്കാനാണ്, ഈ അമ്പല ട്രസ്റ്റിന്റെ കയ്യിലാക്കാനാണ് ശ്രമം. ഇവരത് വിട്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടില്ല. അതിന്റെ ഒരു രോക്ഷം കൊണ്ടാണ് നാട്ടുകാർ മൊത്തം ഞങ്ങൾക്കെതിരെ തിരിയണത് എന്നാണ് ഈ പറയുന്ന മകൻ, ആ മരിച്ച ആൾ, കുഴിച്ചിട്ട ഒരാളുടെ മകൻ, പുള്ളി പറയുന്ന രീതി ഇങ്ങനെയാണ്. അതെ, ആര് തന്നെ ആയാലും ഒരു എന്തോന്നടേ ഇത് എവിടെയാ, എന്താ അവിടെ നടക്കണം, എന്താണ് അവനതിനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ നമുക്ക് കാണുമ്പോൾ ചിരി വരികയാണ് പുള്ളി സംസാരിക്കുന്നത്. ഒരു അച്ഛൻ മരിച്ച അതിന്റെ സ്നാനം, എന്ത്
അതാണ് ചോദിക്കുന്നത്. എന്ത് ഒരു അവസ്ഥയാണ് പുള്ളി കുറച്ച് ലാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അപ്പം ഇത് അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ മയിലാടി അറിയില്ല, കന്യാകുമാരി, അവിടെ നിന്ന് ഈ കല്ലും തിളക്കല്ലും പത്മപീഠങ്ങളെല്ലാം നേരത്തെ കൊണ്ടുവന്നു. അച്ഛൻ നേരത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അച്ഛൻ ഇവിടെ ഇരുന്നാണ് ധ്യാനിക്കണേ. ഈ പേരാലിൻ്റെ മൂട്ടിലിരുന്നാണ് അച്ഛൻ ധ്യാനം. എല്ലാ ദിവസവും ധ്യാനിക്കും. ഈ പേരാലിൻ്റെ മൂട്ടിലിരുന്ന അച്ഛൻ്റെ ധ്യാനം. ഇവിടെ ഇരുന്നതിനെ എനിക്ക് സമാധിയാവണം നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സമാധിയാകുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാണ് സമാധിയാവുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് അച്ഛൻ്റെ ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. അതായത് അച്ഛൻ്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തൻ്റെ സ്പന്ദനാടി, ആ നാടി ഇടുപ്പ് നിൽക്കും, തൻ്റെ ശ്വാസം നിൽക്കും, ശ്വാസം കാണത്തില്ല, വയറ്. നമുക്കിതൊക്കെ കൃത്യമായിട്ടും ആ പ്രാണൻ പോകുന്ന സമയത്ത് ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്കറിയാൻ പറ്റും. അത് ഞാൻ പൂജാരി ആയതുകൊണ്ട് നമുക്ക്, അതായത് വിഗ്രഹത്തിലേക്ക് തൻ്റെ ആത്മാരാധന, പീഠപൂജ, ന്യാസം, വ്യാപകം, പഞ്ചകം, എല്ലാ പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഒരു വിഗ്രഹത്തിലേക്ക് എങ്ങനെ ചൈതന്യം കൊണ്ടുവരും, ജീവചൈതന്യം കൊണ്ടുവരാൻ എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റും. അല്ല, ഇയാളൊരു ഡോക്ടറാ, പൂജാരിയല്ലേ, ഡോക്ടറല്ലല്ലോ. എന്തായാലും കലക്ടറിന്റെ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പൊളിക്കും, മാക്സിമം പൊളിച്ച മൃതദേഹം അതിനകത്തുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബാക്കിയുള്ള നിയമ നടപടികളെല്ലാം അവർ സ്വീകരിക്കും. ഇത് തല്ലിക്കൊന്നതാണോ, ഇനിയിപ്പോൾ പുള്ളി വല്ലതും ചെയ്തതാണോ എന്നുള്ളതൊക്കെ, ഇതൊക്കെ എത്രത്തോളം വില പോകും, അല്ലെങ്കിൽ എത്രത്തോളം ഇത് നിയമ സംവിധാനത്തിനുള്ളിൽ ഈ പറയുന്ന ആള് പറയുന്ന കാര്യങ്ങളെല്ലാം ഒതുങ്ങുന്നതെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം നിയമത്തിന്റെ കീഴിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ജനങ്ങളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, അമിതമായാൽ അമൃതം വിഷം എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം വിശ്വാസം ഇതെല്ലാം നല്ലതാണ്, പക്ഷെ അത് കാണിക്കേണ്ട ഒരു ലെവലുണ്ട്. അതിൻ്റെ അപ്പുറം പോകുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ വരെ നടന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ മുന്നിൽ എല്ലാം നമ്മൾ നടന്ന ന്യൂസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ഒരു ഇതായിട്ട് ഒരു മകൻ അച്ഛനും അമ്മനെയും പെങ്ങളിനെയും എല്ലാവരെയും കൊന്ന് പീസാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച, സൂപ്പർ പവർ കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച ഒരു കേസ് നമുക്കറിയാവുന്നതാണ്. അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ ഇതായിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു സ്നാനം, ഈ പറഞ്ഞ പോലെ ഇതിലോട്ട് വന്ന് ഇരിക്കുന്ന ലെവൽ വരെ എത്തി. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകാതെ നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മളുടെ ഉള്ളിലുണ്ട് ദൈവം എന്നുള്ള ലെവലിൽ നമ്മളെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഈ പൊട്ടനും മരമണ്ടനൊക്കെ പറയണത് കേട്ട് അവൻ്റെ പുറകെ പോകാൻ നിന്ന കയ്യിൽ പോക്കറ്റിലും കാലിയാവും, ഒരു കാര്യം നടക്കാനും പോകുന്നില്ല. ആദ്യം അത് മനസ്സിലാക്കിയാൽ നല്ലത്. ദൈവം നിങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കണം, നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അതിൽ കൂടുതൽ ഒരു വലിയ വിശ്വാസവും ഇല്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മൊത്തം അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്നവന് കേസ് നാളെ എന്താവും ഏതാന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.